പഴയ സിനിമാ ഡയലോഗും തഗ്ഗുമായി മാസാവാൻ പോയാൽ ന്യൂജൻ പിള്ളേര് ആസാക്കി വിടും. മാസ് ഡയലോഗുകൾക്ക് പുതിയ അർത്ഥതലങ്ങൾ തേടുന്നവരാണ് പുതിയ തലമുറ. പണ്ട് സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ കൊണ്ട് മൈലേജ് ഉണ്ടാക്കിയെടുത്ത് ഇന്ന് ജെൻസി കൗമാരക്കാർ ഉപയോഗിക്കുന്നത് വിചിത്രവും കൗതുകകരവുമായ ചില വാക്കുകളാണ്. വഴക്കു പറഞ്ഞു പോകുന്ന ടീച്ചറെ പിന്നിൽ നിന്ന് കോക്രി കാണിച്ചു മാസായ കാലമൊക്കെ കഴിഞ്ഞു. ടീച്ചറിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കുകൾ കൊണ്ട് വട്ടപ്പേരുണ്ടാക്കാനടക്കം പുതിയ ജനറേഷനിൽ സിലബസ് ഉണ്ട്. നീണ്ട വിശദീകരണങ്ങളെക്കാൾ വികാരങ്ങളെ ഒരു ചെറിയ വാക്കിൽ ഒതുക്കാനാണ് ഇവർക്ക് താല്പര്യം. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ഗൗരവകരമായ കാര്യങ്ങൾ പറയാൻ പോലും ഈ ഡിജിറ്റൽ നിഘണ്ടു അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഓറ എന്ന് കേട്ടിട്ടില്ലേ? ഒരാളുടെ വ്യക്തിപ്രഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു സ്റ്റൈലിഷ് എൻട്രി നടത്തിയാൽ അത് പോസിറ്റീവ് 1000 ഓറയാണ്. എന്നാൽ ചെറിയൊരു അബദ്ധം പറ്റിയാൽ അത് നെഗറ്റീവ് ഓറയായി മാറും. റിസ് ആണ് മറ്റൊരു വേർഡ്. കരിസ്മ എന്ന വാക്കിന്റെ ചുരുക്ക രൂപമാണിത്. ഒരാളെ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് റിസ് എന്ന് പറയുന്നത്. ഫ്ലേർട്ടിങ്ങിൽ മിടുക്കരായവരെ റിസ് മാസ്റ്റർ എന്നും വിളിക്കും. നടക്കാത്ത സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നവരെ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം പുലർത്തുന്നവരെയൊക്കെ ഡെലൂഷണൽ എന്നതിന് പകരം ഡെലൂലു എന്ന് വിളിക്കും. നന്നായി ഇഷ്ടപ്പെട്ട ഒരാളോട് ചെറിയൊരു കാരണത്താൽ പെട്ടെന്ന് തോന്നുന്ന വെറുപ്പിനെ ഇക്ക് എന്ന് പറയും. സിറ്റുവേഷൻഷിപ്പാണ് മറ്റൊന്ന്. പ്രണയവുമല്ല, എന്നാൽ വെറും സൗഹൃദവുമല്ല. സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുന്ന ബെസ്റ്റേയൊക്കെ ഉദാഹരണമാക്കാം. റേജ് ബെയ്റ്റ് ആണ് മറ്റൊന്ന്. ആളുകളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് പ്രതികരണങ്ങൾ നേടിയെടുക്കാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളാണിവ. 2025 ചർച്ച ചെയ്യപ്പെട്ട ഒരു പദമാണിത്. ഗുണനിലവാരമില്ലാത്ത റീലുകളും വീഡിയോകളും കണ്ട് ബുദ്ധി നശിക്കുന്ന അവസ്ഥയെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ബ്രെയിൻ റോട്ട്. ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉപയോഗശൂന്യമായ കണ്ടന്റുകളെ സ്ലോപ്പ് എന്നും പറയാം. എപ്പോഴും ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നവരോട് യഥാർത്ഥ ലോകത്തേക്ക് ഇറങ്ങി പ്രകൃതിയെ കാണാൻ ആവശ്യപ്പെടുന്ന രീതി ടച്ച് ഗ്രാസ് എന്ന് പറയാം. NCP ആണ് മറ്റൊരു പദം. വീഡിയോ ഗെയിമിലെ റോബോട്ടുകളെ പോലെ സ്വന്തമായി ചിന്താശേഷിയില്ലാതെ മറ്റുള്ളവരെ അനുകരിക്കുന്നവരെ കളിയാക്കാൻ ഈ വേർഡ് ഉപയോഗിക്കാം. ഭാഷാശുദ്ധിയെക്കുറിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ കാലത്തെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ഈ സ്ലാങ്ങുകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് യുഗത്തിൽ നിങ്ങൾ ഒരു NCP ആയി പോയേക്കാം.